ഹലോ, എല്ലാവർക്കും നമസ്കാരം. സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുക എന്ന യാത്രയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെയായിരുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു PMFME സ്കീമിൽ ലോണിന്റെ കാര്യങ്ങൾക്കൊക്കെ നടക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കാര്യങ്ങൾ റെഡിയാക്കി വരുമ്പോഴത്തേക്കും അടുത്തടുത്ത് ചെല്ലുമ്പോൾ വേറെ ഒരു ഇഷ്യൂ, അങ്ങനെ ഏകദേശം ഒരു 6-7 ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്ത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട്. അങ്ങനെ ലാസ്റ്റ് വന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 ഒരു ലോൺ എടുത്തിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന്. ആ ലോൺ 2019 നമ്മൾ ക്ലോസ് ചെയ്തു. പക്ഷെ ബാങ്കുകാർ എന്ത് ചെയ്തു, ഇപ്പോഴും നമ്മൾ കർസായി റിപ്പോർട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മളുടെ പ്രോപ്പർട്ടിയുടെ പേരിൽ എന്തെങ്കിലും ലോണിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കർസായി റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും 2019 ക്ലോസ് ചെയ്ത സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ലോണിൽ ഇപ്പോഴും സൗത്ത് ഇന്ത്യൻ ബാങ്ക് തന്നെയാണ് അവകാശി എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെയ്യേണ്ട അവരുടെ ജോലി ചെയ്തിട്ടില്ല, അവരത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് വീണ്ടും ഡിലേ വന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളായിട്ട് നടക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർസായി റിപ്പോർട്ടിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ബാങ്ക് നിങ്ങൾ ക്ലോസ് ചെയ്ത ലോണൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ അതോ ഇപ്പോഴും ബാങ്കിന്റെ പേരിൽ തന്നെയാണോ കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ബാങ്കിന്റെ പേരിൽ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർസായി റിപ്പോർട്ട് എടുക്കുമ്പോഴത്തേക്കും നോട്ട് സാറ്റിസ്ഫൈഡ് എന്നായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് വേറെ ഒരു ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടത്തില്ല. ഇപ്പൊ എന്റെ കേസിൽ ഗ്രാമീണ ബാങ്കിന്റെ വക്കീല് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി, അതായത് നമ്മുടെ ലോണിന്റെ പേപ്പേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം റെഡിയാക്കി ഏറ്റവും ലാസ്റ്റ് കർസായി റിപ്പോർട്ട് എടുത്തപ്പോഴത്തേക്കിനും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പേരിലാണ് ഇപ്പോഴും നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത്. അവര് നമ്മൾ 2019 ക്ലോസ് ചെയ്ത ലോണ് അവരവിടുന്നത് മാറ്റിയിട്ടില്ല. അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊക്കെ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് മാറ്റി തന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആ ബാങ്കിന്റെ പേരിൽ കിടക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ പേരിൽ കർസായി റിപ്പോർട്ടിനകത്ത് നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ബാങ്കിൽ നിന്നും നമ്മളുടെ ആ പ്രോപ്പർട്ടി കൊണ്ടുവച്ച് ലോൺ എടുക്കാൻ സാധിക്കില്ല. ഏകദേശം 11 രൂപ 80 പൈസ മാത്രം മുടക്കിയാൽ നമുക്ക് കർസായി റിപ്പോർട്ട് എടുക്കാൻ സാധിക്കും. ആ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ആ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സർവേ നമ്പരും റീസർവേ നമ്പരും കാര്യങ്ങളും കൊടുത്താൽ മാത്രം മതി. അത്രയും കൊടുക്കുക. ഏത് ജില്ലയാണ്, ഏത് വില്ലേജ് ആണ് എന്നുള്ളത് കൊടുക്കുക. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കർസായി റിപ്പോർട്ട് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ലോണൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബാങ്കിന്റെ പേരിലാണെങ്കിൽ ചിലപ്പോൾ പിന്നീട് നമുക്ക് ഇവരുടെ കാലും കൈയും പിടിച്ച് നടക്കേണ്ടി വരും. സത്യം പറയാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു വീഴ്ചയാണിത്. നമ്മൾ ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ ബാങ്ക് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ബാങ്ക് അത് ചെയ്തില്ല. അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓമലൂർ ബ്രാഞ്ചിൽ 2019 ഇരുന്ന ആളാണ് ഇത് ചെയ്യാഞ്ഞത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഞാൻ ഇപ്പം ബ്രാഞ്ചിൽ അത് പറഞ്ഞിട്ടുണ്ട്, അവർ ചെയ്തു തരുമെന്ന് വിചാരിക്കുന്നു. എത്ര ദിവസം എടുക്കുമെന്നോ ഓൺലൈനിൽ ഇത് മാറാനായിട്ട് എത്ര സമയം എടുക്കുമെന്നോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലോണ് ഏറ്റവും ലാസ്റ്റ് നിമിഷത്തിൽ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുക എന്നൊരു ആഗ്രഹമായിട്ട് മുന്നോട്ട് തന്നെ പോവുകയാണ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.